നമ്മുടെ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. എന്നാൽ ഒരു ബ്രാൻഡ് രൂപം കൊള്ളുന്നത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ മനസ്സിലാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ബഹുമാനം അറിയിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടെല്ലാം നമ്മൾ തരംതിരിക്കുന്നത്. ഇവരുടെ എല്ലാം ലുക്ക്, സ്വഭാവം, അവർ നിലകൊള്ളുന്ന ആശയങ്ങൾ, അവരുടെ വ്യക്തിത്വം, നമ്മളുമായിട്ടുള്ള പരിചയം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് വാല്യൂ നൽകുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളും അവനെ വാല്യൂ ചെയ്യുന്നത്. ഒരേ വ്യക്തിയെ തന്നെ രണ്ടുപേർ വ്യത്യസ്ത രീതിയിൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് അയാളല്ല, മറ്റുള്ളവരാണ്. ഈ ഉദാഹരണത്തിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ മാറ്റിവെച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തു നോക്കും. നിങ്ങൾ എത്ര തന്നെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എത്ര വാല്യൂ ചെയ്യുന്ന, എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരുന്നാൽ നിങ്ങൾ അതിനെ കാണുന്ന പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർ അതിനെ കാണുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അവർക്ക് ഇഷ്ടപ്പെടുത്താൻ അവർ വാല്യൂ ചെയ്യുന്ന ക്വാളിറ്റികൾ എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വ്യക്തിയെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനും അവരുടെ മനസ്സിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു മെന്റൽ മോഡൽ, ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കും. ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ലോങ് ടേം പ്രോസസ്സാണ് ശരിക്കും ബ്രാൻഡിങ്. അത് ശരിക്കും ഒരു ലോഗോ ഉണ്ടാക്കുന്നതിലോ ഒരു പാക്കേജ് ഡിസൈനിങ്ങിലോ ഒതുങ്ങുന്ന കാര്യമല്ല. അത് വെറും സ്ട്രാറ്റജീസ് മാത്രമാണ്. ഇവിടെയാണ് ബിഹേവിയറൽ സയൻസിന്റെ പ്രസക്തി. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്കപ്പുറം അവരുടെ സൈക്കോളജി, അവരുടെ ഇറാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കൃത്യമായി അവരുടെ മനസ്സിൽ പ്ലേസ് ചെയ്യുന്നിടത്താണ് ഒരു ബിഹേവിയറലി ഇൻഫോംഡ് ഏജൻസി എന്ന നിലയിൽ കാപ്പിയോയെ വേറിട്ട് നിർത്തുന്നത്.